പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും മുമ്പ് നാം ജാഗ്രത പുലർത്താറുണ്ട്. ഒരു ജോലി സ്വീകരിക്കുന്നതിനു മുമ്പ് കരാർ വായിക്കുന്നു. വീട് വാങ്ങുമ്പോൾ ചെറിയ അക്ഷരങ്ങളിലെ മറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ വരെ പരിശോധിക്കുന്നു. വിവാഹത്തിനു മുമ്പ് നല്ലതായാലും ചീത്തയായാലും ഒരുമിച്ച് നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും അസാധാരണമായ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെടുന്നതിനു മുമ്പ് വില പറയുന്ന ഒരേയൊരു ഗുരു യേശുവായിരിക്കാം. എന്നോടൊപ്പം വരൂ, ജീവിതം എളുപ്പമാകും എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. സമ്പത്ത്, പ്രശസ്തി, കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം എന്നിവ യേശു ഒരിക്കലും വാഗ്ദാനം ചെയ്യുന്നില്ല. പകരം യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു മാർക്കറ്റിംഗ് തന്ത്രവും അങ്ങനെ ആരംഭിക്കില്ല. ഒരു കമ്പനിയും ജീവനക്കാരെ ആ രീതിയിൽ നിയമിക്കില്ല. എന്നിട്ടും യേശു അങ്ങനെ ചെയ്യുന്നു. കാരണം അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. കുറച്ചുകാലം മുമ്പ് സ്നാനം സ്വീകരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു യുവാവിനെ ഞാൻ കണ്ടുമുട്ടി. അവൻ മതബോധന ക്ലാസുകളിൽ വിശ്വസ്തയോടെ പങ്കെടുത്തു. യേശുവിനെക്കുറിച്ച് പഠിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. വിശ്വാസത്തെക്കുറിച്ച് മനോഹരമായ ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. എന്നാൽ അവൻ സ്നാനത്തോട് അടുക്കുമ്പോഴെല്ലാം എന്തോ ഒന്ന് അവനെ തടഞ്ഞു. ഒരു ദിവസം ഞാൻ അവനോട് സൗമ്യമായി ചോദിച്ചു, എന്റെ മകനെ, എന്താണ് നിന്നെ തടയുന്നത്? ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അവൻ എന്നെ നോക്കി പറഞ്ഞു, പിതാവേ, എനിക്ക് ശരിക്കും ഒരു ക്രിസ്ത്യാനിയാകണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. പക്ഷേ എന്റെ ഭാവി കെട്ടിപ്പടുക്കാൻ ഒരു ദിവസം വിദേശത്തേക്ക് പോകാനും ഞാൻ സ്വപ്നം കാണുന്നു. ഒരു ക്രിസ്ത്യാനിയാകുന്നത് ആ വാതിൽ അടച്ചാൽ എന്തു ചെയ്യും? യേശുവിനെ അനുഗമിക്കുന്നത് എന്റെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ എന്തു ചെയ്യും? അവന്റെ വാക്കുകൾ എന്റെ ഉള്ളിൽ തങ്ങിനിന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എല്ലാ ശിഷ്യന്മാരും ചോദിക്കുന്ന ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് ചിലവ് വരും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ചിലർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടാകാം. കർത്താവേ, ഞാൻ സത്യസന്ധത തിരഞ്ഞെടുത്താൽ എന്റെ ജോലി നഷ്ടപ്പെടുമോ? എന്റെ വിവാഹത്തിൽ വിശ്വസ്തത പുലർത്തിയാൽ എനിക്ക് എന്ത് നഷ്ടം വരും? ഞാൻ ആരോടെങ്കിലും ക്ഷമിച്ചാൽ എനിക്ക് എന്ത് നഷ്ടമാകും? ഞാൻ സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ എന്റെ ഭാവിക്ക് എന്ത് സംഭവിക്കും? യേശു ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നില്ല. അവൻ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. പകരം അവൻ പൂർണ്ണ സത്യസന്ധതയോടെ ഉത്തരം നൽകുന്നു. ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. യേശു സിംഹങ്ങളെ അയക്കുന്നില്ല. അവൻ ആടുകളെ അയക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു ആടിന് അതിൽ തന്നെ വിശ്വാസമില്ല. അത് സ്വന്തം ശക്തിയെ വിശ്വസിക്കുന്നില്ല. അതിന്റെ സുരക്ഷ പൂർണ്ണമായും ഇടയനിലാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ പാഠം: ക്രിസ്ത്യാനിയുടെ ശക്തി ബുദ്ധിയല്ല, പണമല്ല, സ്വാധീനമല്ല, ശക്തിയല്ല. നമ്മുടെ ശക്തി ക്രിസ്തുവാണ്. നല്ല ഇടയനോട് നാം എത്രത്തോളം അടുത്തു നിൽക്കുന്നുവോ അത്രത്തോളം നാം ശക്തരാകും. പിന്നെ ചെന്നായ്ക്കളെക്കുറിച്ച് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആരാണ് ഈ ചെന്നായ്ക്കൾ? ചിലപ്പോൾ അവർ ഗവൺമെന്റുകളാണ്. ചിലപ്പോൾ അവർ വ്യാജ ഉപദേഷ്ടാക്കളാണ്. ചിലപ്പോൾ അവർ നമ്മുടെ വിശ്വാസത്തെ പരിഹസിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ അവർ നമ്മെ ദൈവത്തിൽ നിന്ന് നിശബ്ദമായി അകറ്റുന്ന പ്രലോഭനങ്ങളാണ്. ചിലപ്പോൾ വേദനാജനകമായി അവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാണ്. ചെന്നായ്ക്കൾ ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയോ ശക്തിയോ ആണ്. എന്നാൽ ചെന്നായ്ക്കൾ ഇടയനേക്കാൾ ശക്തരാണെന്ന് യേശു ഒരിക്കലും പറയുന്നില്ല. ചെന്നായ്ക്കൾ ആടുകളെ വളഞ്ഞേക്കാം, പക്ഷേ അവർ ഒരിക്കലും ആടുകളെ സ്വന്തമാക്കിയിട്ടില്ല. ക്രിസ്തുവിന് അവകാശമുണ്ട്. പിന്നെ ഏറ്റവും അസാധാരണമായ കൽപ്പനകളിൽ ഒന്ന് യേശു നൽകുന്നു: പാമ്പുകളെപ്പോലെ ജ്ഞാനികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുക. ആദ്യം ഇത് വിചിത്രമായി തോന്നുന്നു. സർപ്പം സാധാരണയായി നമ്മെ തിന്മയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ യേശു വഞ്ചനയെ പ്രശംസിക്കുന്നില്ല. അവൻ ജ്ഞാനത്തെ പ്രശംസിക്കുന്നു. സർപ്പം ജാഗ്രത പുലർത്തുന്നു. അത് അപകടത്തെ തിരിച്ചറിയുന്നു. അത് അനാവശ്യമായ കെണികളെ ഒഴിവാക്കുന്നു. യേശു പറയുന്നു, എന്റെ ശിഷ്യന്മാർ മൂഢരായിരിക്കരുത്. ലോകത്തെ അറിയുക, പ്രലോഭനത്തെ തിരിച്ചറിയുക, തിന്മ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുക, ആത്മീയമായി ഉണർന്നിരിക്കുക. എന്നാൽ ഉടനെ അവൻ കൂട്ടിച്ചേർക്കുന്നു, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക. കാരണം വിശുദ്ധിയില്ലാത്ത ജ്ഞാനം കുതന്ത്രമായി മാറുന്നു. വിനയമില്ലാത്ത അറിവ് അഹങ്കാരമായി മാറുന്നു.
സ്നേഹമില്ലാത്ത ബുദ്ധി ക്രൂരതയായി മാറുന്നു. ജ്ഞാനമില്ലാത്ത നിഷ്കളങ്കത വിഡ്ഢിത്തമായി മാറുന്നു. യേശു രണ്ടും ആഗ്രഹിക്കുന്നു: മൂർച്ചയുള്ള മനസ്സ്, ശുദ്ധമായ ഹൃദയം, സ്നേഹത്തോടെ സംസാരിക്കുന്ന സത്യം, വിനയത്തോടെ ജീവിക്കുന്ന ധൈര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്കുകൾ ഞാൻ വളരെ വ്യക്തിപരമായ രീതിയിൽ അനുഭവിച്ചു. ഒരു പ്രവേശന അഭിമുഖത്തിനായി ഞാൻ ഒരു യുവാവിനൊപ്പം പോയി. അഭിമുഖം നടത്തുന്നയാൾ പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ നോക്കി അസ്വസ്ഥനാകുന്നതുവരെ എല്ലാം നന്നായി പോകുന്നതായി തോന്നി. എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് സ്വീകാര്യമല്ല. ആ ചെറുപ്പക്കാരൻ നിശബ്ദനായി അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരമില്ലായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ എന്റെ മനസ്സ് പൂർണ്ണമായും ശൂന്യമായിരുന്നു. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. ഞാൻ മറുപടി പറഞ്ഞു: സർ, ഈ ചെറുപ്പക്കാരൻ ഒരു ദരിദ്ര ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. മഴക്കാലത്ത് അവന്റെ വീട്ടിൽ വെള്ളം കയറും. ചിലപ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകും. അവന്റെ രേഖകൾ സംരക്ഷിക്കാൻ അവൻ സുരക്ഷിതമായ അലമാരയോ ലോക്കറോ ഇല്ല. അവന്റെ വിദ്യാഭ്യാസത്തിന്റെ ഏക തെളിവ് നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് അവന്റെ മാതാപിതാക്കൾ സർട്ടിഫിക്കറ്റുകൾ ലാമിനേറ്റ് ചെയ്തത്. അഭിമുഖം നടത്തുന്നയാൾ നിശബ്ദനായി. അവന്റെ മുഖം മൃദുവായി. അഭിമുഖം സമാധാനപരമായി തുടർന്നു. ഞാൻ പുറത്തു വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു: ആ ഉത്തരം എവിടെ നിന്ന് വന്നു? ഞാൻ അത് തയ്യാറാക്കിയിരുന്നില്ല. മുറിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ സുവിശേഷം എന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചു: എന്ത് പറയണമെന്ന് വിഷമിക്കേണ്ട. നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ആ വാഗ്ദാനം പുരോഹിതന്മാർക്ക് മാത്രമല്ല. അത് മിഷണറിമാർക്ക് മാത്രമല്ല. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഓരോ ശിഷ്യനും. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാത്ത നിമിഷങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് തയ്യാറാകാൻ കഴിയാത്ത സംഭാഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുരിശുകൾ ഉണ്ടാകും. ആ നിമിഷങ്ങളിൽ പരിഭ്രാന്തരാകരുത്. പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും പരീക്ഷണത്തെ നീക്കം ചെയ്യുന്നില്ല. എന്നാൽ ആ നിമിഷത്തിന് ആവശ്യമായ കൃപ അവൻ എപ്പോഴും നൽകുന്നു. വിശുദ്ധ സ്റ്റീഫൻ സമാധാനത്തോടെ കോപാകുലരായ ജനക്കൂട്ടത്തിനു മുന്നിൽ നിന്നു. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ പ്രത്യാശയോടെ മരണസ്ഥലത്തേക്ക് പ്രവേശിച്ചു. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ് ക്രിസ്തുവിനെ ഏറ്റവും ദരിദ്രരിൽ കണ്ടതിനാൽ മറ്റെല്ലാവരും ഒഴിവാക്കിയ സ്ഥലങ്ങളിലേക്ക് നടന്നു. അവരിൽ ആരും തന്നെ തങ്ങളിൽ ആശ്രയിച്ചില്ല. അവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചു. പിന്നീട് യേശു ഈ വാക്കുകളോടെയാണ് അവസാനിക്കുന്നത്: അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നന്നായി ആരംഭിക്കുന്നവൻ എന്ന് അവൻ പറയുന്നില്ല. വിശ്വസ്തയോടെ സ്ഥിരോത്സാഹം കാണിക്കുന്നവർ ചുരുക്കം. ക്രിസ്തീയ ജീവിതം ഒരു ചെറിയ ഓട്ടമല്ല. അതൊരു തീർത്ഥാടനമാണ്. ചില ദിവസങ്ങളിൽ പാത സന്തോഷകരമാണ്. ചില ദിവസങ്ങളിൽ അത് കുത്തനെയുള്ളതാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ നടക്കുന്നു. ചില ദിവസങ്ങളിൽ മരണനിഴലിന്റെ താഴ്വരയിലൂടെ. എന്നാൽ ഇടയൻ ഒരിക്കലും തന്റെ ആടുകളെ ഉപേക്ഷിക്കുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഇടയൻ സ്വന്തം ശരീരവും രക്തവും കൊണ്ട് നമ്മെ പോറ്റും. അവൻ ഒരിക്കലും തന്റെ ആടുകളെ വിശപ്പോടെ ലോകത്തിലേക്ക് അയക്കുന്നില്ല. നമ്മെ ലോകത്തിലേക്ക് തിരികെ അയക്കുന്നതിനു മുമ്പ് അവൻ നമ്മെ സ്വയം പോഷിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ആരെങ്കിലും ആ ചെറുപ്പക്കാരൻ നിന്നിരുന്ന സ്ഥാനത്ത് നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. പക്ഷേ അവനെ അനുഗമിക്കുന്നതിന് എന്ത് വില നൽകേണ്ടിവരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. എന്റെ ആത്മാവ് നിങ്ങളോടൊപ്പമുണ്ടാകും. എന്റെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തും. അവസാനം വരെ വിശ്വസ്തത പുലർത്തുക. നിങ്ങൾ രക്ഷിക്കപ്പെടും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ക്രിസ്തുവുമായുള്ള ഐക്യത്തിലേക്കുള്ള പാത എല്ലായ്പ്പോഴും കുരിശിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ കുരിശിനപ്പുറം പുനരുത്ഥാനത്തിന്റെ സന്തോഷം പ്രകാശിക്കുന്നു. ചെന്നായ്ക്കൾ ഇപ്പോഴും അവിടെ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ ഇപ്പോഴും അവിടെയുണ്ടാകാം. എന്നാൽ ഇടയനും അവിടെയുണ്ടാകും. അവന്റെ പിന്നാലെ നടക്കുക. അവനോട് അടുത്തു നിൽക്കുക. അവന്റെ ശബ്ദം ശ്രദ്ധിക്കുക. കാരണം ഇടയനോട് അടുത്തു നിൽക്കുന്ന ആടുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുന്നില്ല. ഒരു ദിവസം എല്ലാ താഴ്വരകളിലൂടെയും നമ്മെ നയിച്ച ഇടയൻ പിതാവിന്റെ ഭവനത്തിലെ നിത്യമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യും. ആമേൻ.